ശബരിമലയിൽ ശരണം തേടുന്നതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രയാറിൻ്റെ മതേതരത്വമാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുധീരൻ അതിന് മറുപടി നൽകുമ്പോഴും ദേവസ്വം മന്ത്രി പറയുന്നത് ആവർത്തിച്ചാവർത്തിച്ച് സുധീരൻ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന്. കാരണം പ്രവൃത്തിയിലൂടെയാണ് ഒരാൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നയാളാണോ അല്ലയോ എന്ന് തെളിയുക. ആ കാര്യത്തിൽ പ്രയാറിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അല്ല വേണു, ശബരിമലയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിച്ചുകൂട്ടിയ അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാര്യങ്ങൾ അവതരിപ്പിച്ച വേ ഓഫ് പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ, അതിനോട് എനിക്ക് യോജിക്കാനാവില്ല. കാരണം പ്രയാറിൻ്റെ രീതി അതെ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഒരു അവലോകന യോഗത്തിൽ അദ്ദേഹം എന്തെങ്കിലും ദേവസ്വം ബോർഡിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി വേണ്ട രീതി ഇതല്ല. കാരണം ഒരു അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് വെച്ചത്. മുഖ്യമന്ത്രിയോട് പറയാം, ഇത് പിന്നെ തന്ത്രശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ ശില്പശാസ്ത്രമുണ്ട്, ജ്യോതിശാസ്ത്രമുണ്ട്. അതിന് ക്ഷേത്രത്തിൻ്റെ ഘടനയാണ്. ആ ഘടനയനുസരിച്ച് ജ്യോതിശാസ്ത്രത്തിന് വളരെയധികം പ്രാമുഖ്യമുണ്ട്. ദേവപ്രശ്നം നടത്തി ദേവപ്രീതി അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. മാത്രമല്ല, വേദജ്ഞരായ തന്ത്രിമാർക്കാണ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം. അതുകൊണ്ട് അങ്ങയുടെ ഈ നിർദ്ദേശം ഞാൻ തന്ത്രിയുമായി ചർച്ച ചെയ്യാം, ഒരു ദേവപ്രശ്നം അടിയന്തരമായി കൂടാം, ഈ നിർദ്ദേശങ്ങൾ അവിടെ വയ്ക്കാം, അതിൽ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇത് നടപ്പാക്കാൻ പറ്റൂ എന്ന് വളരെ സൗമ്യമായി പറയാം. അതേസമയം ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളോട്, ആ രീതി ഒഴിച്ചു നിർത്തിയാൽ ആ കാര്യങ്ങളോട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും ശബരിമലയിൽ പ്രാവർത്തികമാക്കാനാവില്ല എന്നുള്ളത് അധികാരപ്പെട്ട തന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രി വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, അവിടെ 365 ദിവസവും ദർശനം കൊടുക്കാനാവില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തന്മാരെ വേർതിരിക്കുന്ന ഏർപ്പാട് ശബരിമലയിൽ പറ്റില്ല. അത് പറയേണ്ട ആൾ തന്ത്രിയാണ്. കാരണം പണ്ട് നമുക്കറിയാം, ഇതൊക്കെ ശങ്കരാചാര്യയുടെ കാലം തൊട്ട് അന്തിമമായി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ശേഷമാണ് ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കേണ്ടത് താഴമൻ മഠമാണ്. ആ മഠത്തിലെ ഇപ്പോഴത്തെ അടുത്ത ഒരു വർഷത്തെ അവകാശി എന്ന് പറയുന്നത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു വർഷത്തെ അവകാശം ഖണ്ഡര് രാജീവർക്കാണ്. അദ്ദേഹം വളരെ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി വെച്ച നിർദ്ദേശങ്ങൾ ശബരിമലയിൽ പ്രാവർത്തികമാക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ആ വേ ഓഫ് പ്രസൻറ്റേഷനോടും സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനോടും എനിക്ക് യോജിക്കാനാവില്ല. അതേസമയം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ കാര്യങ്ങളാണ്. അതിനോട് ആർക്കും ഒരിക്കലും വിയോജിക്കാനും ആവില്ല. ഇനിയിപ്പോൾ അങ്ങ് ഒരു റിപ്പോർട്ട് കണ്ടല്ലോ, ഇതേ പ്രയാറിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് ദേവസ്വം സെക്രട്ടറി VS ജയകുമാർ ഈ കഴിഞ്ഞ ജൂലൈ 26 നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് NRIക്കാർക്ക് അവിടെ $25 തുല്യമായ പണം മുൻകൂർ നൽകുകയാണ് എങ്കിൽ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാമെന്ന്. അതൊരു VIP ദർശനമാണ്. അല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ ഭക്തന്മാരെ രണ്ടു തരം പൗരന്മാരായി കാണാനാവില്ലെന്ന് പരസ്യമായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അങ്ങനെ ഒരു വാദം വെച്ച സ്ഥിതിക്ക് ഒരിക്കലും ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗൾഫിലെ മലയാളികൾക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അവരിവിടെ വന്നാൽ സാധാരണ ഭക്തന്മാരെ പോലെ ക്യൂവിൽ നിന്ന് അവരും ദർശനം നടത്തണം. അതുകൊണ്ട് ഈ $25 വാങ്ങിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് ശ്രീ VS ജയകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. അതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല. അതിന് ഒരു മറുപടി പറയേണ്ടത് ഇപ്പോൾ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇത് കണ്ടു കാണുമോ എന്നെനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകേണ്ടത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. കാരണം അദ്ദേഹമാണ് കേരളത്തിലെ പൊതുജന സമൂഹത്തോട് പറഞ്ഞത്, ശബരിമലയിൽ വിവേചനം ഞങ്ങൾ അനുവദിക്കില്ല, രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ അനുവദിക്കില്ല, പണക്കാരും പാവപ്പെട്ടവരും ഒന്ന് വേർതിരിക്കാനാവില്ല, തിരുപ്പതിയിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു പ്രവണത ശബരിമലയിൽ ഞങ്ങൾ അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അനുവദിക്കുന്നതിന് തുല്യമാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. പ്രയാർ അതിനോട് മറുപടി പറയേണ്ടത്. അതിന് തീർച്ചയായിട്ടും പ്രയാർ ഗോപാലകൃഷ്ണൻ അതിന് കേരളത്തിലെ പൊതുജന സമൂഹത്തോട് വളരെ ക്ലാരിറ്റി ഉള്ളൊരു മറുപടി എന്ത് സാഹചര്യത്തിലാണ് VS
പിന്നെ ജയകുമാർ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ ഇത്തരം ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തത് എന്ന് പൊതുജന സമക്ഷം അദ്ദേഹം ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഇത് ഇരട്ടത്താപ്പായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് പ്രയാറിന് അതിനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുണ്ട്. ശരി, ശ്രീ പി ബിജു, ഇവിടെ ഇപ്പോൾ ഈ തന്ത്രി കൂടി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പ്രയാറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിവാദം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം എന്താണോ ശാസ്ത്രീയമായി ഈ കാര്യത്തിൽ പറയാൻ അധികാരപ്പെട്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ ആ അവലോകന യോഗത്തിൽ സമ്മതിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ VIP ദർശനത്തെ സംബന്ധിച്ചായാലും ഈ പുണ്യദർശനം എല്ലാ മാസവും ആക്കുന്നതിനെ പറ്റി ആയാലും. ഒന്നാമത്തെ ഇഷ്യൂ, പ്രയാർ ഗോപാലകൃഷ്ണൻ തെറ്റായ ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും അവിടെ VIP ദർശനം നടക്കുന്നുണ്ട്. ആ VIP ആയി പരിഗണിക്കപ്പെടുന്നത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയോ ഇഷ്ടക്കാരെയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. മാറ്റം വരണമെന്ന് പറഞ്ഞാൽ തിരുപ്പതി മോഡൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ അവലംബിച്ചുകൂടെ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അതൊരു ഗവൺമെൻറ് ഓർഡറല്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പാടില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സുപ്രീം കോടതി എന്തിനാണ് പറഞ്ഞത് ഗവൺമെൻറ്റിന് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ? ഇപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറയുന്നു സംസ്ഥാന സർക്കാർ അഫിഡവിറ്റ് കൊടുക്കണം. എന്താ സുപ്രീം കോടതിക്ക് ഇതറിയില്ലേ? എന്തിനാണ് ഹൈക്കോടതി ഇവരുമായി ബന്ധപ്പെട്ട നിരന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്? അപ്പോൾ ദേവസ്വം ബോർഡിന് മാത്രമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന് ആരാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവർ ഗവൺമെൻറ് അംഗീകരിക്കില്ല എന്ന് പറയുന്നു, നിയമസഭ അംഗീകരിക്കും. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ സാങ്ക്ടിറ്റി എന്താണ്? അപ്പം നാട്ടിൽ ഒരു മതേതര ഗവൺമെൻറ്റാണ്. ആ മതേതര ഗവൺമെൻറ് അഭിപ്രായം പറയാൻ അവകാശമില്ല. ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റും മതേതരമായിട്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റും. എന്താ ഇന്ത്യൻ ഭരണഘടന അവർ അംഗീകരിക്കില്ലേ? അപ്പോൾ മതേതര ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ ഒരു വിഷയത്തിലും ഗവൺമെൻറ്റിനെ പ്രതികരിക്കാൻ പാടില്ല, ഗവൺമെൻറ് നോക്കുത്തിയായിട്ടിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ രണ്ട് ജാതിക്കാർ തമ്മിൽ പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ രണ്ട് മതക്കാർ തമ്മിൽ ഞങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളിതിൽ നിന്നും പ്രതികരിക്കുക, അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാനും അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറയാനുമുള്ള അവകാശമുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അയാൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മതപഠനം നടത്തണം. എന്ത് മതമോ പഠിപ്പിക്കാൻ പോകുന്നത്? ഏതെങ്കിലും അമ്പലത്തിൽ മതപഠനം ഉണ്ടോ? അതിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കണ്ഠര് രാജീവര് അല്ലേ സാർ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് എങ്കിൽ ഈ വിപുലമായ ദർശനം എല്ലാ ദിവസവും അത് സാധ്യമല്ല. ഞാൻ പറയുന്നത് കണ്ഠര് രാജീവര് മാത്രമല്ലല്ലോ ഇതിനകത്ത് പാർട്ടി. കാരണം അങ്ങനെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൂടി ഇവർ മറുപടി പറയണം. എന്തുകൊണ്ട് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം ചോദിക്കുന്നു? ശ്രീ വി രാജേഷ്, ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീ പ്രവേശത്തിന്റെ കാര്യത്തിലായാലും ഇനിയിപ്പോൾ ദർശനം കൂട്ടുന്നതിൻ്റെ കാര്യത്തിലായാലും ഒക്കെ പൊതുതാൽപര്യ ഹർജികൾ കോടതിയിലേക്ക് വന്നാൽ സർക്കാരിൻ്റെ ഭാഗം കോടതി ചോദിക്കും. അപ്പോൾ സർക്കാർ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അത് മുഖ്യമന്ത്രി ആ രൂപത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നതൊരു ഇടപെടലായി എങ്ങനെയാണ് പരിഗണിക്കാൻ കഴിയുക? കോടതി തന്നെ അങ്ങനെ കാണാത്തപ്പോൾ ഇതുപോലുള്ള ഇതിനു മുൻപും സെൻസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും വന്നപ്പോഴേക്കും കോടതി മുമ്പാകെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. കോടതി അവസാനം ഈ കാര്യങ്ങളൊക്കെ തന്നെ തന്ത്രി കുടുംബത്തിൻ്റെ തീരുമാനത്തിലായിരുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട കോടതി ഇടപെടുന്നത്, ഗവൺമെൻറ് ഇടപെടാൻ സാധിക്കുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അവിടെ നടക്കുന്ന അഴിമതി പ്രശ്നങ്ങളിൽ, അവിടെ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ, അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാം, സാധ്യതകളുണ്ട്. ദേവസ്വം ബോർഡിലൂടെ ഇടപെടാം, സർക്കാരിന് നേരിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഹൈക്കോടതിക്ക് ഇടപെടാം. ഇന്ന് വരെ ശബരിമലയുടെ അല്ല കേരളത്തിലെ ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ചരിത്രത്തിൽ ഹൈക്കോടതി ആചാരങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ആചാരങ്ങളുടെ കാര്യത്തിൽ അവസാനമായിട്ട് തന്ത്രി കുടുംബത്തിന് തന്നെയാണ് ആചാരങ്ങൾ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി കൊടുക്കുന്നത്. ഇവിടെ സംഭവിച്ചത്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പമ്പയിൽ ചെന്നപ്പോൾ, ശബരിമലയിൽ പോകാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്നത് അദ്ദേഹം അവിടുത്തെ വർഷങ്ങളായ ആചാരങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീ വി രാജേഷ്, നമ്മുടെ മുന്നിലുള്ള ചില ശരിയായ അനുഭവങ്ങൾ നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ, ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഈ ദേവഹിതം പരിശോധിക്കണമെന്ന് ആണ് അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത്. ദേവഹിതത്തിൽ ഈ ബി നിലവറ തുറക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു. തുറന്നില്ലേ നമ്മൾ? കണക്കെടുക്കുന്നില്ലേ നമ്മൾ? കണ്ടുപിടിക്കണം. അപ്പോ അതൊക്കെ ആചാരവുമായി ഇതിനെ ബന്ധപ്പെടുത്താൻ, കണക്കെടുപ്പിനെ ആചാരവുമായി ബന്ധപ്പെടുത്താൻ നോക്കിയപ്പോൾ കണക്കെടുപ്പ് നടത്തി നീതിപീഠം ആചാരത്തെ വെച്ചുകൊണ്ട് ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറയണോ? അതിന് അധികാരപ്പെട്ട ബോഡിയുണ്ട്, അവർക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവപ്രശ്നമാവണമെങ്കിൽ ദേവപ്രശ്നമാവാം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ ബിജു? ഞാൻ ബിജു ചോദിച്ച ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് മതപഠനം നടത്താൻ പോകുന്നു. എന്ത് മതമാണ് പഠിപ്പിക്കുന്നത്? ബിജു പറഞ്ഞ ഒരു പോയിന്റ്, ഞാൻ ബിജുവിൻ്റെ ചോദ്യം ചോദിച്ചോട്ടെ.
ഹിന്ദു ക്ഷേത്രങ്ങൾ ഏത് മതമാണ് വിജു പഠിപ്പിക്കേണ്ടത്? അല്ലല്ല, ബിജുവിന്റെ അതിലേക്ക് അഭിപ്രായത്തിൽ വരാം, അതിലേക്ക് വരാം. ഹിന്ദു അതെന്താ ക്ഷേത്രത്തിൽ തെറ്റ്? മതപഠനം പഠിക്കാനല്ല What is ആള് the- പോകുന്നത്. what is the അവിടെ wrong in it? ദർശനം നടത്താനാണ് അല്ല, പോകുന്നത്. അവിടെ മതപഠനം നടത്തിയാലോ ദർശനം പഠിപ്പിച്ചാലോ നടത്താനാണ് കുഴപ്പമെന്താ? പോകുന്നത്. അതിലേക്ക് അവിടെ വരാം, മതപഠനം അതിലേക്ക് ഏത് വരാം. ഏത് അവിടെ ഭഗവാൻ അവിടെ പഠിപ്പിച്ചാലും ഹിന്ദു മതം രണ്ടുപേരും പഠിപ്പിച്ചാലോ പറയാം. കുഴപ്പമെന്താ? അതിലേക്ക് വരാം, അതിലേക്ക് വരാം. അല്ല, അതിനല്ലല്ലോ അല്ല, വിശ്വാസികൾ അല്ലല്ലോ. വി വി രാജേഷ്, ഒരു നിമിഷം, ഒരു നിമിഷം. വിശ്വാസമുള്ളവരാണ്. അതിലേക്ക് വരാം, അതിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇന്നിപ്പോൾ കുമ്മനം പറയുകയായിരുന്നു, ഹജ്ജ് തീർത്ഥാടകരോട് 365 ദിവസവും പോകാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചാൽ ഉണ്ടാകുന്ന അതേ അപാകത തന്നെയാണ് എല്ലാ ദിവസവും ശബരിമല തുറന്നുകൂടെ എന്ന ചോദ്യത്തിലുമുള്ളത് എന്ന്. യോജിപ്പുണ്ടോ ഈ അഭിപ്രായത്തോട്? ഒട്ടുമില്ല എന്ന് മാത്രമല്ല, ഒന്നാമത് ഹജ്ജ് തീർത്ഥാടനം മുഖ്യമന്ത്രിയുടെ പെർവിലുള്ള സ്ഥലമല്ല, സൗദി അറേബ്യയിൽ നടക്കുന്നൊരു കാര്യമാണ്. സൗദി അറേബ്യയിൽ നടക്കുന്നൊരു കാര്യം മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും എത്ര ദിവസം അവിടെ ചെയ്യാമെന്ന്? അത് സൗദി അറേബ്യയിലാണ് ഹജ്ജ് അവർ അനുവദിക്കണത്. സൗദി ഗവൺമെൻറ് അനുവദിച്ചാൽ 365 ദിവസം ഹജ്ജാവാം. മുഖ്യമന്ത്രിക്ക് എന്താ വിരോധം? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇത് വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശബരിമല ദിവസം, ഇപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ ശബരിമല മോണിറ്റർ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, ശബരിമലയിൽ എത്ര മാറ്റങ്ങൾ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് എത്ര ദിവസം ശബരിമലയിൽ എൻട്രി ഉണ്ടായിരുന്നു?